ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഒരു കപ്പളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ചെറിയ ചൂടുള്ള വെള്ളം നമുക്ക് ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 1.5 കപ്പോളം തന്നെ വെള്ളം നമുക്ക് വേണ്ടി വരും. റവയാണ്, അപ്പോൾ വെള്ളം കുറച്ചൊക്കെ ഒന്ന് അതിലേക്ക് ആവശ്യമായിട്ട് വരും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 1.5 തൊട്ട് ഒരു 1.25 കപ്പോളം വെള്ളം നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചൊരു ഓയിൽ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഒരു സ്പൂൺ ഓയിലൊക്കെ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒരല്പസമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കണം. ഇനി നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അധികമൊന്നും വേണ്ട, ഞാൻ ചെറിയൊരു ബൗളിൽ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം. 1-2 വിസിൽ മാത്രം മതിയായിരിക്കും. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാനൊരു ടേബിൾ സ്പൂണോളം അളവിൽ, രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂണോളം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 1-2 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് അതിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു വിസിലായപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ചെറിയ പീസുകളായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ചൂടാറിയതിന് ശേഷം. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ പീസുകളാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഇത് മിക്സ് ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഒക്കെ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണ് നമുക്ക് കുരുമുളക് പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു സൂപ്പർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ഒരു ബാക്കി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നമുക്കത് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒരല്പസമയം മാത്രം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവും നല്ല പോലെ തന്നെ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ബോൾസ് ആക്കി എടുക്കാനായിട്ടത് പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ
നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പമുണ്ടല്ലോ, ആ ഒരു വലുപ്പത്തിലേക്ക് മാത്രമേ നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാം തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പത്തിരി പ്രസ്സിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഓരോ ബോൾസും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൂരിയുടെയൊക്കെ ഒരു വലുപ്പത്തിലേക്ക് മാത്രമേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഇതേപോലെ കുറച്ച് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡുകളെല്ലാം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിസൈനും ആവും, മാത്രമല്ല അത് നന്നായിട്ട് തന്നെ അവിടെ അങ്ങോട്ട് ലോക്കായിരിക്കുകയും ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ടും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് റവയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ എന്നും ഒരേപോലെ, ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്നും ഒരേപോലെ ഉപ്പുമാവ്, ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടൊക്കെ നമുക്കിത് കരുതാവുന്നതാണ്. അപ്പോൾ പലരും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ചിലർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ഒരു മസാലയൊക്കെ കൂടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇതേപോലെയുള്ള നല്ല നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ, അതുപോലെ തന്നെ നല്ല നല്ല കറികൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റെമഡീസുകളുണ്ട്. ഹെയർ ഡൈകളുണ്ട്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസുകളുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഇരിക്കണതെന്നൊന്ന് കണ്ടിട്ട് വരാം. അതിലുള്ള ആ ഒരു ഫില്ലിങ്ങൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.